നാണം കെടുത്തിയോ സിനിമാ മേഖലയെ ഒന്നടങ്കം? സിനിമയിലെ എല്ലാ സ്ത്രീകളും അവസരത്തിനായി കിടന്നു കൊടുക്കുന്നവരാണെന്ന് പറയുകയായിരുന്നു റിപ്പോർട്ടും മാധ്യമങ്ങളും. വ്യക്തമായ പരാതിയില്ലാതെ, പരാതി കൊടുക്കാൻ ആരും മുന്നിട്ട് വരാതെ എങ്ങനെ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കും? ഈ ചോദ്യങ്ങളൊക്കെയാണ് മാധ്യമങ്ങളോട് സിനിമാ മേഖലയിലുള്ളവരും അല്ലാത്തവരും ഇന്നലെ വരെ ചോദിച്ചുകൊണ്ടേയിരുന്നത്. ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചിരിക്കുന്നു, പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ ഉണ്ടോ എന്ന്. മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്ന്. മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന്. പല പ്രമുഖരുടെയും പേരുകൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രതിഷേധമുയരുന്നു, ജനകീയ പ്രതിഷേധമുയരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ജനവികാരം ആഞ്ഞടിക്കുന്നു സിനിമാ താരങ്ങളുടെ പോസ്റ്റുകൾക്ക് താഴെ. അപ്പോഴും ഇതിനെല്ലാം വഴിവെച്ചത് 2017 ആ സംഭവമാണ് എന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം. ഫെബ്രുവരി 17 ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്രക്കിടെ മലയാളത്തിലെ ആ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടത്. നടി ആക്രമിക്കപ്പെട്ട കേസ് എങ്ങനെ കമ്മിറ്റി രൂപവൽക്കരണത്തിന് വഴിയൊരുക്കിയെന്ന് തന്നെയാണ് ഹേമ റിപ്പോർട്ടിന്റെ ആമുഖം. തുടർന്നുള്ള അന്വേഷണം നടൻ ദിലീപിന്റെ ഉൾപ്പെടെ അറസ്റ്റിൽ കലാശിച്ചു. കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലുമാണ്. അപ്പോഴും ചോദ്യം ഇതാണ്, ഈ 7 വർഷം എങ്ങനെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് മുന്നോട്ട് പോയത്? എത്ര തവണ മുന്നോട്ട് പോകാതെ നിന്നു? എത്ര തവണ ഹർജികളും തടസ്സ ഹർജികളും ഉയർന്നു? പരാതിപ്പെട്ടാൽ, ഒരറസ്റ്റുണ്ടായാൽ, കേസ് കോടതിയിലെത്തിയാൽ കിട്ടുമോ നിങ്ങൾക്ക് നീതി? ഇതൊരു വലിയ ചോദ്യമാണ്. അതിനാണ് ഈ 2 മണിക്കൂർ മാറ്റിവെക്കുന്നത്. യൂട്യൂബിൽ കമന്റുകൾ കൂടി അറിയിക്കുക പ്രേക്ഷകർ. സ്വാഗതം. നീതിക്കായി ആരുടെ വാതിലാണ് മുട്ടേണ്ടത്? നമുക്കൊപ്പം ചേരുന്നു വിശദമായിട്ടുള്ള പാനലാണ്. ഈ 2 മണിക്കൂറിൽ വന്ന് ചേരുന്ന പാനൽ കൂടിയാണ്. അഡ്വക്കേറ്റ് PA പ്രജി, നിയമ വിദഗ്ധൻ, നമുക്കൊപ്പം ചേരും. സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് TB മണി, WCC ഭാരവാഹി ഡോക്ടർ ആശ ആച്ചി ജോസഫ്, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, ആക്ടിവിസ്റ്റ് മൃദുലാദേവി, സിനിമാ നിർമ്മാതാവ് തിയേറ്റർ ഉടമ ലിബർട്ടി ബഷീർ, ഒപ്പം ആക്ടിവിസ്റ്റ് ദിയാസനയും നമുക്കൊപ്പം ചേരും. ആദ്യം സിനിമാ നിർമ്മാതാവ്, തിയേറ്റർ ഉടമ കൂടിയായ സിനിമാ മേഖലയെ തന്നെ പ്രതിനിധീകരിക്കുന്ന ശ്രീ ലിബർട്ടി ബഷീറിലേക്ക് ആദ്യം കടക്കുന്നു. ശ്രീ ലിബർട്ടി ബഷീർ, ഒരുപക്ഷെ ഈ റിപ്പോർട്ട് വന്ന സമയത്ത് താങ്കൾ പ്രതികരിച്ചതാണ്. ഞാൻ താങ്കളോട് ചോദ്യവും ചോദിച്ചതാണ്. അപ്പോഴും എത്രത്തോളം പ്രാക്ടിക്കലാകും റിപ്പോർട്ടിന്മേലുള്ള നടപടി എന്നുള്ള വലിയ ചോദ്യം, വലിയ സംശയം താങ്കളുടെ വാക്കുകളിലുണ്ടായിരുന്നു. ആ 48 മണിക്കൂർ കഴിഞ്ഞ് 3 ദിവസമാകുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു? എന്തെല്ലാം പേരെടുത്തുകൊണ്ടുള്ള ആരോപണങ്ങളും പരാതികളും ഉയരുന്നു? ആരെല്ലാം വെളിപ്പെടുത്തലുകൾ നടത്തുന്നു? ഇതെല്ലാം താങ്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഒരു സംഘടനയ്ക്കും മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ തന്നെ ഹൈക്കോടതി അടക്കം ചോദിക്കുന്നു, കൃത്യമായി കേസെടുത്തുകൂടെ എന്ന് സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപക്ഷെ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഇല്ലാതിരുന്ന ഒരു വലിയ ആകാശം ഇപ്പോൾ തുറന്നു കിടപ്പുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ ലിബർട്ടി ബഷീർ? അപർണ, എനിക്കിത് പ്രത്യേകമായിട്ട് പറയേണ്ടത്, പാർവതി തെരുവത്തിന്റെ ഇന്നത്തെ ആ പ്രസ്താവന ഹൈക്കോടതിന്റെ എല്ലാം അടച്ചിട്ടുണ്ട്. കാരണം അവർ അത്രയും വേദനയോടുകൂടിയിട്ടാണ് ആ സംസാരിച്ചത്. ആ സംസാരത്തിന്റെ ധ്വനിയാണ് ഇന്നത്തെ ഈ ഹൈക്കോടതിന്റെ തീരുമാനങ്ങളും ഗവൺമെന്റിനെതിരായിട്ട് വന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി ഇന്നത്തെ ആവേശം നാളെ ഈ ഹൈക്കോടതി കേസ് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. വാദം വരുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ, എന്ത് നടപടി എടുക്കുക എന്നുള്ളത്. കാരണം ഹേമ എന്നുള്ളത് അവർ പഴയ ജസ്റ്റിസാണ്. അവർ നിയമ നടപടിയിൽ ഹൈക്കോടതിയിലെല്ലാം വരും എന്നുള്ള മുൻകൂട്ടി കണ്ടിട്ടാണ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഒരു കാര്യം ഉറപ്പാണ്, ഹേമ കമ്മീഷൻ കൊടുത്ത ആ ഫയലില് ഒരു പ്രത്യേകമായിട്ട് ലെറ്റർ ഒന്നും കൊടുത്തായിട്ട് എന്താ അറിവിട്ടോ നമ്മളൊന്ന് കൊടുത്ത ആ സ്ക്രീൻഷോട്ടിലെ കണ്ടിട്ടില്ല. പിന്നെ അപകടം മണത്തിട്ട്, എൻ്റെ ഒരു കാഴ്ചപ്പാട്, അപകടം മണത്തിട്ട് ഗവൺമെന്റ് എഴുതി വാങ്ങിയെങ്കിൽ അവർ എഴുതി കൊടുക്കാൻ തയ്യാറായിരിക്കും. കാരണം അവർക്ക് ഒരു കമ്മീഷൻ കിട്ടിയ, റിട്ടയർമെന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കമ്മീഷൻ കിട്ടിയല്ലേ, ഒരു ജോലി കിട്ടിയ സമയത്ത് ഗവൺമെന്റിനോട് പ്രത്യേക ഉപകാരം ചെയ്തിട്ടുണ്ടാവും.
ഒരു കാര്യം ഉറപ്പാണ്, ഇത് രണ്ടാള് പുറത്തുനിന്ന് അവർ ഒന്ന് നടിയാന്ന് അവർക്കും ചില ബാധ്യതകളുണ്ടാവും. സ്വയം വർക്ക് ചെയ്ത മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനത്തെ കൂട്ടോട്ടും വർക്ക് ചെയ്ത ഒരു അമ്മയാണ്. അപ്പൊ ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ഹൈക്കോടതിന്റെ നടപടി എടുക്കുന്നതിന്റെ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ കാണാൻ. കാരണം ഒരു കാര്യം ഇപ്പോൾ ഞാൻ തറപ്പിച്ച് വരുന്നത്, ഇതെല്ലാം നിന്നിട്ടും ഈ WCCയുടെ കൂടെ നിന്ന് ഒരു പ്രമുഖ നടി പാർവതി തിരുവനന്തപുരത്ത് മാത്രമേ ഉണ്ടായിട്ടും ബാക്കി എല്ലാവരും അതിന്റെ പ്രമുഖ നടി ആർക്ക് വേണ്ടിയിട്ടോ ആ അതിജീവിത സഹിച്ചത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കാതെ സ്വന്തം കാര്യം നോക്കിപ്പോയതാണ് ഒരു പ്രമുഖ നടി. അവരെ ജീവിതമാർഗം അവർക്ക് പിന്നെ വേറെ നിവൃത്തിയില്ല, ഭർത്താവിനെയും ഒഴിവാക്കി, ജോലിയില്ലെങ്കിൽ അവരെ സിനിമയും കിട്ടൂല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് അവർക്കൊരു വേറെ തരത്തിലേക്ക് അവരെ ബാധിക്കും. അപ്പൊ ഇതൊക്കെ ഇപ്പോൾ നാട്ടുകാർക്ക് അറിയാം. ശ്രീ ലിബർട്ടി ബഷീർ, നാട്ടുകാർക്ക് ഇതെല്ലാം അറിയാലോ. ആര് ഇട്ടിട്ട് പോയി, ആര് കൂടെ നിന്നില്ല, ആര് അവസരങ്ങൾ തേടിപ്പോയി, ഇതെല്ലാം നാട്ടുകാർ മനസ്സിലാക്കുന്നു. ഈ റിപ്പോർട്ട് വന്ന സമയം പോലെയല്ല, സമൂഹ മാധ്യമങ്ങളിൽ താങ്കളും കാണുന്നുണ്ടല്ലോ, ജനം ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട്. ഇതൊന്നും വെറും ഗോസിപ്പാക്കി എടുക്കുകയില്ല എന്ന് സിനിമാ മേഖലയിലെ ആ പ്രമുഖരും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടാകുമോ? അങ്ങനെ ഒരു പൾസ് കിട്ടുന്നുണ്ടോ? ശ്രീ ലിബർട്ടി ബഷീർ, ഒരു കാര്യം അപർണ, സിനിമക്കാർക്ക് എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇപ്പോഴല്ല, പ്രമുഖ നടന്മാർക്ക് എനിക്ക് തോന്നുന്നു മമ്മൂക്കൊന്നും ഇതൊന്നും പെട്ടില്ലെങ്കിലും മമ്മൂക്കാക്ക് മോഹൻലാലിനെല്ലാം ഇത് നന്നായിട്ട് തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്ന വ്യക്തികളാണ്. ഒരു പഴയ കാര്യം പറയാം, മമ്മൂക്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ കാരണം ഒരു സാധാരണ മെമ്പറായി നിൽക്കാൻ കാരണം ഇതെല്ലാം മുമ്പ് കണ്ടുകൊണ്ടായിരുന്നു. പിന്നെയുള്ള ബാക്കിയുള്ള വർഷങ്ങളിലെല്ലാം ഒരാൾ മരണപ്പെട്ടുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നതല്ല, ഇന്നസെന്റിന്റെ കാലത്താണ് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും നടന്നത്. അദ്ദേഹം ഒരു കാര്യവും ഗൗരവമായിട്ട് എടുത്തില്ല. ഒരു ഹാസ്യ കഥാപാത്രമാണ് അത് അയാളായിട്ട് അവതരിപ്പിക്കുന്നത്. അതേ ഹാസ്യ കഥാപാത്രത്തിൽ തന്നെയാണ് അമ്മ എന്ന സംഘടന കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നെ മോഹൻലാലിനെ പിടിച്ച് ഇതിന്റെ പ്രസിഡന്റ് ആക്കിയതും അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് സംഘടന നന്നായി കൊണ്ടുപോകാൻ, മെമ്പേഴ്സ് നന്നാക്കാൻ പറ്റുന്നു. അതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെ ഇപ്പം കഴിഞ്ഞ 2 ജനറൽ ബോഡിയിലും ഇലക്ഷൻ വന്നിട്ടുണ്ട്. അതിപ്പം അമ്മയിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടായി എന്നതിന്റെ പ്രധാന തെളിവാണത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വന്ന് ഈ പ്രാവശ്യം ഇലക്ഷൻ വന്ന് അദ്ദേഹത്തിന് ഇപ്രാവശ്യം വളരെയധികം നന്നായി സംഘടന നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പൊ പഴയ മാതിരിയുള്ള ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതിന് ഒരു 5-8 വർഷം മുമ്പേ നടന്ന സംഭവം 5 വർഷം മുമ്പെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നടന്നത്. അതിൽ 5 വർഷം മുമ്പെയാണ് ഇതിന്റെ കഥകളന്ന് അന്ന് മൊഴി കൊടുത്ത കൂട്ടൊന്നും ഇന്നലെ ഈ സജി അഞ്ചാത്ത് പറഞ്ഞ പോലെ ആരും ഒരു നിർബന്ധിച്ചിട്ട് പോയിട്ട് ഹേമ കമ്മീഷൻ മൊഴി കൊടുത്തതോ അല്ല മൊഴി പഠിപ്പിച്ചതോ എന്നല്ല. ഞാനടക്കം പോയത് 5-6 ദിവസം മൊഴി കൊടുത്തതെന്ന്. അങ്ങനെ തന്നെ ഉപദേശിക്കാൻ വേണ്ടി ചേംബറിലും പോലീസ് സ്റ്റേഷനിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ആളുണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നിയമ കമ്മീഷൻ വന്ന സമയത്ത് സ്വയം മുന്നോട്ട് പോയിട്ട് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാനുള്ള എല്ലാ അവസരവും നൽകിക്കൊണ്ട് തന്നെയാണ് അവർ റിപ്പോർട്ട് എഴുതിയെടുത്തത്. ഒരു സ്റ്റെനോ ഉണ്ടാവും, സ്റ്റെനോ എഴുതിയെടുക്കും, അവർ ചോദിക്കും. പക്ഷെ ഫൈനൽ റിപ്പോർട്ട് മുഖ്യമന്ത്രി പറഞ്ഞ തന്നെ അവരുടെ ടൈപ്പ് ചെയ്തിട്ടാണ് കൊടുത്തത്. നമ്മൾ മൊഴിയെല്ലാം എടുക്കുന്നത് സ്റ്റെനോ വെച്ചിട്ടാണ് എഴുതിയെടുക്കുന്നത്. ആരും ഒരു നിർബന്ധം, കാരണം 3 ലേഡീസ് ഉണ്ടായിട്ടുള്ളത്, തുറന്നു പറയാനുള്ള എല്ലാ അവസരവും ഉണ്ടാവും. അതിന് ഫീമെയിൽ ആർട്ടിസ്റ്റുകളും പോയിട്ടുണ്ട്, അവർ എല്ലാവരും തുറന്നു പറഞ്ഞിട്ട് അവർക്കുള്ള പ്രയാസങ്ങളുണ്ട്. ഇത് ഒരിക്കലും ഒരു പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല തരത്തിലുള്ള പ്രയാസങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാം സിനിമയിൽ സാധാരണ, നിങ്ങൾക്ക് ഇതെല്ലാം ഒത്തിരി തോന്നുന്നുണ്ടെങ്കിലും നമുക്കെല്ലാം ഇത് വലിയ അതിശയം തോന്നില്ല. ഇതെല്ലാം സാധാരണയായിട്ട് ഒരു 4-5 ദിവസത്തെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ലിബർട്ടി ബഷീർ, പേരെടുത്ത് പറയുകയാണ് എന്തുകൊണ്ട് അമ്മ ഭാരവാഹിത്വത്തിൽ നിന്ന് സൂപ്പർ താരം മമ്മൂട്ടി അടക്കം പിന്മാറി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് താരസംഘടന എത്താൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് എന്ന് പറയുന്നത് സിനിമാ മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. ഇപ്പോൾ WCC ഭാരവാഹി ഡോക്ടർ ആശ ആച്ചി ജോസഫ് നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡോക്ടർ ആശ, എങ്ങനെ കേസെടുക്കും, എങ്ങനെ FIR എടുക്കും, ഇതൊക്കെ ചോദിച്ചവരായിരുന്നു ഈ കഴിഞ്ഞ
ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടത്. അതിനൊരു തീരുമാനമായി. ഹൈക്കോടതി ചോദിക്കുന്നു, കേസെടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങളുണ്ടോ എന്നതടക്കം ചോദിക്കുന്നു. അതായത് ഒരുപക്ഷെ ഇതൊരു തിരുത്തൽ മാത്രമല്ല, കഴിഞ്ഞു പോയ പാസ്റ്റ് ക്രൈംസ് അതിനകത്ത് നടപടി ഉണ്ടാകും. ഒരുപക്ഷെ WCC അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കില്ല. രേവതി അടക്കമുള്ളവരൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു പ്രതീക്ഷയല്ല എന്നാണ്. ആ റിപ്പോർട്ട് വന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ പ്രതീക്ഷ തോന്നുന്നുണ്ടോ? കഴിഞ്ഞുപോയ കുറ്റകൃത്യങ്ങളിലേക്ക് പോലും വെളിച്ചം വീശും ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ള പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്? അപർണ, ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നേ ഉള്ളൂ. നമ്മൾ സംസാരങ്ങളിൽ നിന്ന് സംസാരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ വളരെ വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒന്ന് മനസ്സിലാക്കാൻ, ട്രാക്കിലാവാൻ കുറച്ച് നേരം എടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട്. ഇപ്പം ഞാനൊരു അധ്യാപികയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇന്ന് സ്റ്റുഡൻസ് ചോദിക്കുന്നു എന്താണ്, അവർക്ക് തന്നെ മനസ്സിലാക്കാൻ വരുന്നേ ഉള്ളൂ. ഏറ്റവും ചെറിയ പ്രായത്തിലുള്ളവർക്ക് തന്നെ, അവരാണ് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കുന്നത്, അവർക്ക് തന്നെ മനസ്സിലായി വരുന്നേ ഉള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ച് പിന്നെ WCCക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സമീപനമാണുള്ളത്. അത് കോടതി ആയാലും ഗവൺമെൻറ് ആയാലും മറ്റ് ആരായാലും വി ആർ കംപ്ലീറ്റ്ലി റെഡി ടു കൊളാബറേറ്റ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ സഹായിക്കാമോ അങ്ങനെയാണല്ലോ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചെയ്തത്. അപ്പോൾ ഹേമ കമ്മിറ്റിയോട് നമ്മൾ സഹകരിച്ചതുപോലെ ഇനി എന്തൊക്കെയാണ് മുന്നോട്ട് പോകാനായിട്ട് ആവശ്യമുള്ളത് അതിലെല്ലാതും നമ്മൾ കംപ്ലീറ്റ് ഓപ്പൺലി സഹകരിക്കാൻ തയ്യാറാണ്. അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, യഥാർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തിലേക്ക് എത്തിച്ചേരുക. അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതിനെന്തും ചെയ്യാൻ നമ്മൾ ഒരുക്കമാണ്. അപ്പോൾ ഇത് WCC കാലാകാലങ്ങളായിട്ട് പറയുന്നതാണ്. നമുക്കറിയാം 2017 മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എപ്പോഴും സെക്ഷൽ ഹാരസ്മെൻറ്റ് വരെ വന്ന് നിങ്ങൾ നിൽക്കുകയാണ്. കാരണം നമുക്ക് അതിനപ്പുറം സ്ത്രീകൾക്ക് ഒരു സ്വപ്നമുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് ഏറെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമാണോ, ബാക്കി ഉള്ളിടത്തൊക്കെ ഇല്ലേന്ന്. സിനിമ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത നമുക്കറിയാം. നമുക്ക് ഈ സ്ത്രീകളുടെ ശരീരം എന്നുള്ളതിന് അപ്പുറമായിട്ട് പോകാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരും ക്രിയേറ്റീവ് ബീയിങ്സ് ആണെന്ന് വിചാരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്കും അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ടെന്ന് എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ വൈകുന്നത്? നമുക്കിവിടെ ഒന്നിനും ക്ഷാമമില്ല. സാഹിത്യകാരികളുണ്ട്, നമുക്ക് ചിത്രകാരികളുണ്ട്, നമുക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരും പുരുഷന്മാരുടെ തോളോട് തോൾ ചേർന്ന് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഒരു കാര്യം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തു തരം എഫർട്ടിനും WCC തയ്യാറാണ്. അതാണ് ഏറ്റവും പോളിസി വൈസ് നമ്മുടെ ഒരു തീരുമാനം. അല്ലെങ്കിൽ ഡോക്ടർ ആശ എന്നോട് ക്ഷമിക്കണം, ഞാനൊന്ന് ഇടപെടുന്നത് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം 3 ദിവസമായിട്ട് WCC എന്താണ് ആഗ്രഹിക്കുന്നത്? തിരുത്തലുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കം മുതൽ പറയുന്നു, നടി രേവതി അടക്കമുള്ളവർ പറയുന്നു തിരുത്തലുണ്ടാവണം, ഞങ്ങൾക്ക് ഇതിനകത്തൊരു തിരുത്തലുണ്ടാവണം. താങ്കൾ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ ഡിസിപ്ലിൻ ഉണ്ടാകണം സിനിമാ മേഖലയിൽ എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഈ നടന്ന കുറ്റകൃത്യങ്ങളിൽ നടപടി ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? പെരുവഴിയിൽ ഇറങ്ങി നടന്നാൽ ബലാത്സംഗം ചെയ്യപ്പെടുമെന്നൊരു സ്ഥിതി വരുന്നു. ആ ബലാത്സംഗം ചെയ്യപ്പെട്ട ഇരകൾ ജീവിച്ചിരിക്കുന്നു, അവരതിൻ്റെ ടോർച്ചറുകൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പെരുവഴിയിൽ ഇറങ്ങി നടന്നാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്, അത് വ്യക്തം. അങ്ങനെ ആ ലൈംഗികാതിക്രമം നടത്തിയവർക്കെതിരെ നടപടി വേണ്ടേ എന്ന് സമൂഹം ചോദിക്കുമല്ലോ, അതാണ് ചോദിക്കുന്നത്. WCC ഈ പാസ്റ്റ് ക്രൈംസിന് നടപടി വേണം എന്ന് വിചാരിക്കുന്നില്ലേ ഒട്ടും? നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കുറച്ച് ലീഗൽ ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. അല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും
ഇത് മാത്രമേ ആഗ്രഹമുള്ളൂ. ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യണം എന്നുള്ളതാണ്, നീതി നടപ്പാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ പലരും പല പോയിന്റ്സ് ഓഫ് വ്യൂവിൽ നിന്നാണ് റിപ്പോർട്ടിൽ സഹകരിച്ചിരിക്കുന്നത്, ഹേമ കമ്മിറ്റിയോട് സഹകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാത് സ്ത്രീകൾക്ക് അവരവരുടേതായ രീതിയിൽ പ്രതികരിക്കാനും അവർക്ക് മുന്നോട്ട് പോകാനും ഉള്ള സാഹചര്യവും ഓപ്പണിങ്സും ഉണ്ടാവണം. അതിന് WCC അതാണ് ആഗ്രഹിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ ആരൊക്കെ നമ്മളോട് സഹകരിക്കുന്നോ അവരുമായിട്ടൊക്കെ ചേർന്ന് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാൻ നമ്മൾ റെഡിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു വേർഡിക്റ്റിനെ കുറിച്ചിട്ടാണ്. ഒരു സുപ്രീം കോടതി വേർഡിക്റ്റ് ഉണ്ട്. അതായത് മേരി റോയുടെ കേസിൽ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തെക്കുറിച്ചൊരു വേർഡിക്റ്റ് ഉണ്ട്. മേരി റോയ് കൊടുത്തത് പിന്നെ അവർ കൊടുത്തത് ക്രിസ്ത്യൻ സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ പിന്തുടർച്ചാവകാശം വേണം. ഞാനിതത് പരാമർശിക്കുന്നത് കോടതി അത് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ കൊടുത്തു. അത്രയും അവർ പറഞ്ഞിരുന്നു എങ്കിൽ പോലും കോടതി അതിൽ വളരെ കൺസേൺഡ് ആയിട്ട് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ ഈ കാര്യം ചെയ്തു. അതുപോലെ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ ഇത് നമ്മൾ 90-95 വർഷമായ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതിന് ടെക്നിക്കലായിട്ടും ലീഗലായിട്ടുള്ള നൂലാമാലകൾ ഒന്നും ഇല്ലാത്തിടത്തും നമ്മൾ നൂലാമാലകൾ പറയുകയാണ്. പല നീതി നിഷേധങ്ങളുടെ കഥ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ ഇത് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വിമൻ whether they want it or not, or they just want to continue as they are. ഇതൊക്കെ സ്ത്രീകളുടെ തീരുമാനമാണ്. അതിലാണ് അതൊരു തീരുമാനമാണ്. അതായത് ഈ മൊഴി നൽകിയവർ മുന്നോട്ട് വന്ന് പരാതി നൽകുമോ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. അതിന്റെ ഉത്തരം കൂടിയാണ് പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. രാഹുൽ ഈശ്വർ, ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു, കേസ് എടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് പറയണം. പോലീസിന് നേരിട്ട് കേസ് എടുക്കാവുന്ന കുറ്റങ്ങളുണ്ടോ എന്നറിയണം. ഈ മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്നറിയണം. ഈ മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാനുള്ള താല്പര്യമുണ്ടോ എന്നറിയണം. അതായത് ഇതൊക്കെ എഴുതി തള്ളേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ പല ചർച്ചകളിലും പറഞ്ഞതുപോലെ ഇതൊക്കെ അവിടെ വെച്ച് നിൽക്കുന്നു എന്നല്ല. കോടതി ചോദിക്കുന്നു, സംതിങ് ഈസ് റെക്കോർഡഡ് വെരി സീരിയസ്ലി. അപ്പോൾ അത് അന്വേഷിക്കണമെന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള തിരുത്തൽ മാത്രമല്ല, ഈ നടന്ന കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ രാഹുൽ അടക്കം സ്വീകരിച്ച നിലപാടിൽ ഒരു തിരുത്തൽ വേണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞ ഈ വിഷയങ്ങൾ ശരിയായി കാണുന്ന പോസിബിൾ സൊല്യൂഷൻ സെൻട്രിക്കായ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാതിരിക്കാനുള്ള ഒരു മനോഭാവമാണ് വേണ്ടത്. അവിടെയാണ് WCC ഏറ്റവും ആദരവും സ്നേഹവും. WCCയുടെ എല്ലാ പ്രതികരണങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സംയമനത്തോടെ സമവായത്തോടെ ഒരുമയുടെ സ്വരമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് അവരെ പ്രകോപിപ്പിക്കാനും കൂടുതൽ തീവ്രമായ കടുപ്പമേറിയ നടപടികളിലേക്ക് പോകാൻ അവരെ നഡ്ജ് ചെയ്യുമ്പോഴും പുഷ് ചെയ്യുമ്പോഴും അത് വേണ്ട, സംയമനത്തിന്റെ പാതയിലേക്കാണ് WCCയിലെ പല ആൾക്കാരും സംസാരിക്കും. രാഹുൽ ഈശ്വർ മാത്രമല്ല, നടി രേവതി, നമ്മുടെ നാടുകളുടെ ഏറ്റവും പ്രഗത്ഭയായ കലാകാരിയാണ്. ഭാഗ്യലക്ഷ്മി ചേച്ചി യഥാർത്ഥത്തിൽ ഇതിനുവേണ്ടി പോരാടിയ വ്യക്തിയാണ്. അവരടക്കം പ്രായോഗികമായ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് സൊല്യൂഷൻ സെൻട്രിക് ആയിട്ട് നമുക്ക് പോകണ്ടേ. ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന 2-3 പ്രധാനപ്പെട്ട വാചകങ്ങളുണ്ട്. സർക്കാരിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കും, സർക്കാരിന്റെ നിലപാടില്ല, സർക്കാരിന്റെ പരിമിതികൾ മനസ്സിലാക്കും. ഇത് വളരെ വളരെ കോംപ്ലക്സ് ആയ ഒരു ഡെലിക്കേറ്റ് ആയ ഇഷ്യൂ ആണ്. ഈ ഇൻഡസ്ട്രിയെ രക്ഷിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പൊ അവിടെയാണ് പ്രാക്ടിക്കൽ ആകണം, പോസിറ്റീവ് ആകണം, സൊല്യൂഷൻ ഓറിയന്റഡ് ആകണം. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുകയല്ല, മലയാള സിനിമയ്ക്ക് പുതിയൊരു യുഗപ്പിറവി ഉണ്ടാക്കുകയാണ് നമുക്ക് വേണ്ടത്. ഒരു കേസിന്റെ കാര്യം തന്നെ പറയാം. അതായത് 47 വർഷം മുമ്പ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ജിതേന്ദ്ര എന്ന് പറഞ്ഞ ഹിന്ദി സിനിമാ നടനെതിരെ 2019 ഒരു പെൺകുട്ടി പരാതി നൽകി. അവസാനം ഹൈക്കോടതി പറഞ്ഞത് ഇത് അബ്സർഡും റിഡിക്കുലസുമാണെന്നാണ്. 47 വർഷം മുമ്പ് നടന്നൊരു കാര്യങ്ങൾ ശരിയാണെന്നോ തെറ്റാണെന്നോ എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഭാഗ്യലക്ഷ്മി ചേച്ചി തന്നെ അപർണയോട് ഇന്നലെ പറയുന്ന ഒരു സംഭവം ഉണ്ടായി. 35 വർഷം മുമ്പ് എനിക്ക് നടന്ന സംഭവങ്ങളടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസ് എത്രമാത്രം പോസിബിൾ ആണ്? കഴിഞ്ഞ വർഷത്തിൽ തന്നെ 2 പ്രമുഖ ആൾക്കാർക്കെതിരെ, ഒരു പ്രൊഡ്യൂസർ ഒരു ഡയറക്ടർക്കെതിരെ പരാതികൾ വന്നപ്പോൾ അത് കൺസെന്റോടുകൂടി അവർ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിട്ട കാര്യങ്ങൾ പിന്നീട് മറ്റു പല കേസുകളുമായപ്പോൾ അതിനെക്കുറിച്ച് ഹൈക്കോടതി അടക്കം എടുത്ത സമീപനം നമുക്കറിയാം. അപ്പോൾ ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണം, ഒരു സെൻസിറ്റീവായി കൊണ്ടുപോകണം. ആരെയെങ്കിലും കരിവാരത്തേക്കാനോ കേസ് ഉണ്ടാക്കാനോ പേര് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കാനോ അല്ല. നാളെ ഒരു തിരിച്ച് ഡിഫമേഷൻ കേസുമായിട്ട് വരും, അപ്പോൾ നാളെ പുഷ് ബാക്ക് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ സൊല്യൂഷൻ വേണ്ടേ?
ഇന്നലത്തെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ഇന്നലെ എസ്റ്റർഡേ ഓറിയന്റഡ് ആകരുത്. അതൊരു പേടിപ്പിക്കലല്ലേ രാഹുലെ? അതൊരു പേടിപ്പിക്കലല്ലേ? ഇപ്പൊ ഈ മാധ്യമങ്ങൾ പോലും ചർച്ച നടത്തുമ്പോൾ ഇത്തരം ചില അഭിപ്രായങ്ങൾ വരുമ്പോൾ അതൊരു പേടിപ്പിക്കലല്ലേ? നോക്കൂ, നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങൾക്കെതിരെ ഡിഫമേഷൻ വരും എന്ന് പറയുന്നിടത്ത് പരാതി കൊടുക്കാമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തീരുമാനിച്ചിട്ടുള്ള ഇരകൾ ഉണ്ടെങ്കിൽ പോലും എങ്ങനെ പുറത്തോട്ട് വരും? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം വരെ ആ തരത്തിലല്ല ഞാൻ വിചാരിച്ചത്. പക്ഷേ പുതിയ പുതിയ ആൾക്കാർ വരുന്നു. രാഹുൽ അടക്കം പേടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആൾക്കാർ പരാതി കൊടുക്കാൻ മുന്നോട്ട് വരിക? ഡിഫമേഷനെ പേടിച്ചിട്ട് മാറി നിൽക്കണം. കോടതി പറഞ്ഞതിന് ശേഷം മാത്രമല്ലേ ഇരയും വേട്ടക്കാരനും ആകുന്നത്? കോടതി പറഞ്ഞതിന് ശേഷം മാത്രമല്ലേ? ഇപ്പം വിജയബാബു വേട്ടക്കാരനാണോ അല്ലെങ്കിൽ ഓമർ ലുലു വേട്ടക്കാരനാണോ? വേണ്ട, എനിക്കെതിരെ ഈ റിപ്പോർട്ടിലോ മറ്റു കാര്യത്തിലോ പരാമർശം ഉണ്ടെന്നിരിക്കട്ടെ, കോടതി പറയുന്നത് വരെ ഞാൻ വേട്ടക്കാരനാകുമോ? കോടതി പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഇരയെന്ന് വിളിക്കാം. അതിജീവിതയുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യണം. പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. മറുഭാഗത്തൊരു പുരുഷനില്ലേ? നാളെ ആർക്കെതിരെയും ഒരു വ്യാജ പരാതി വന്നൂടെ? നാളെ എനിക്കെതിരെ വരാം, ലിബർട്ടി വിഷയ സാറിനെതിരെ വരാം, പ്രജി സാറിനെതിരെ വരാം. അങ്ങനെ ഞങ്ങൾക്കെതിരെ ഒരു പരാതി വന്നാൽ ഞങ്ങളെ അങ്ങ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം, ഞങ്ങളെ സാമൂഹികമായിട്ട് ഓസ്ട്രസൈസ് ചെയ്യണം, ഭ്രഷ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ എന്റെ നഷ്ടപ്പെട്ട 2 വർഷം ആര് തരും? അപ്പൊ പ്രായോഗികമായി ഒരു സമവായത്തിന്റെ ഭാഷയിൽ പോണ്ടേ? ചില കേസുകൾ ഉണ്ടായി കാണും, ആരും തർക്കിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും ഒരു കാര്യം കൂടെ, ഹേമ കമ്മീഷനല്ല കമ്മിറ്റിയാണ്. അതായത് കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ നിയമപരമായി തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കമ്മീഷന് കുറച്ചുകൂടെ വിപുലമായ അധികാരങ്ങളും തെളിവെടുപ്പിനുള്ള സ്പേസും ഉണ്ട്. കമ്മിറ്റിക്ക് അത്രയും ഇല്ല, കൂടുതൽ ഒരു പഠന കമ്മിറ്റി പോലെയാണ്. എന്നിരുന്നാലും വളരെ പ്രസക്തമായും പ്രമുഖമായ കാര്യങ്ങളാണ്. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആകണം. അവിടെയാണ് എനിക്ക് ശ്രീ പിണറായി വിജയൻ അവർകളോട് യാതൊരു അനുഭവമില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ ശ്രീ പിണറായി വിജയൻ കൈകാര്യം ചെയ്തത് പക്വതയോടെയാണ്, പാകതയോടെയാണ്, അവധാനതയോടുകൂടിയാണ്. ഒരു ഗവൺമെന്റിന് ഇങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയൂ. ബാക്കി ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക? ഇനി ഹൈക്കോടതിയിൽ വരട്ടെ, ഈ റിപ്പോർട്ടിന്റെ പേരുകൾ ഒന്നുമിരിക്കട്ടെ. ഈ റിപ്പോർട്ടിൽ വ്യാജമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിലോ വെറും ആരോപണങ്ങൾ മാത്രം ഉണ്ടെങ്കിലോ ഈ പുരുഷന്മാർക്ക് നേരിടുന്ന മാനഹാനി സിനിമ ഫീൽഡ് അറിയാം, വളരെ സെൻസിറ്റീവായ ഫീൽഡാണ്. നിങ്ങളെടുത്ത് അലക്കുമ്പോൾ സിനിമയിൽ പുതിയതായിട്ട് നായകനോ സബ്നായകനോ ആയി വരാൻ പോകുന്ന ഒരു വ്യക്തിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്, അയാൾ ഇല്ലാതാകുകയാണ്. അയാളുടെ കുടുംബവും ജീവിതവും പിന്നീട് അയാൾ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും നിങ്ങൾ വാർത്ത പോലും കൊടുക്കില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അവിടെയാണ് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആകുക. ആ കോൺക്ലേവ് ഗംഭീരമായ ആശയമാണ്. കോൺക്ലേവിൽ ആൾക്കാരെ എല്ലാം കൂടി ഇരുത്തുക, നാളെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം പോസിറ്റീവായ കാര്യങ്ങൾ, ഒരുമയുടെ സ്വരം WCC പോലും പറയുമ്പോൾ അപർണയുടെ വായുന്നത് വരുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. WCCക്ക് യോജിപ്പാണ്, ഭാഗ്യലക്ഷ്മി മാഡത്തിന് യോജിപ്പാണ്, രേവതി മാഡത്തിന് യോജിപ്പാണ്. പക്ഷെ അപർണ അടക്കമുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഇതിനെ എതിർക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ആ കോൺക്ലേവ് നടക്കട്ടെ. പോസിറ്റീവായ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളോട് നമ്മൾ ഒരുമിച്ച് നിൽക്കാം. ഇതിൽ നമ്മൾ രാഷ്ട്രീയം കളിച്ചു വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് ആ കോൺക്ലേവ് ഞാൻ ഇടപെടില്ലായിരുന്നു. പക്ഷെ കോൺക്ലേവ് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുക? ഇത്രയും ഈ ആരോപിക്കപ്പെട്ട ആൾക്കാർ വരുന്നിടത്ത് ഈ വരുമോ? ഏത് ആരോപിക്കപ്പെട്ട ആൾക്കാർ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ തുടങ്ങുന്നത് അതിലൊരു വരിയാണ്, കൃത്യം വരിയാണ്. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് എ കാവിയറ്റ് ദാറ്റ് ദീസ് എക്സ്പീരിയൻസസ് ആർ നോട്ട് യൂണിവേഴ്സൽ. ഇത് സാർവത്രികമായ ഒരു കാര്യമല്ല. മലയാള സിനിമയിൽ ഒരുപാട് പേർ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. ഹേമ കമ്മിറ്റി തന്നെ പറയുകയാണ്. പക്ഷെ എല്ലാ ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ ആകാശം മുഴുവൻ ദുരൂഹമാണെന്നാണ് പറയുന്നത്. അതും ഒരു ജനറലൈസ്ഡ് കോട്ടാണ്, അതും അതിനകത്തുണ്ട്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ആകാശം ഒരു വരി മാത്രം ഞാൻ പറഞ്ഞിട്ട്, ഒറ്റ വരി മാത്രം. എനിക്ക് ഈ വിഷയം, ഞാനൊരു വലതുപക്ഷക്കാരനാണ്. പിണറായി ഗവൺമെന്റിനെ അടിക്കാനുള്ള നല്ല വടിയാണ്. ശ്രീ പിണറായിക്ക് മുട്ടുവറയ്ക്കുന്നു, സജി ചെറിയാൻ ശരിയല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് എന്താ പറയുക മുട്ടുവറച്ച് നിൽക്കുന്നു, ശബരിമല വിഷയത്തിൽ അവർ എടുത്തു ചാടി, ഇപ്പൊ അവർ വിറങ്ങലിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഗാലറിക്ക് വേണ്ടി കളിക്കാം. പക്ഷെ സിനിമാ മേഖല നന്നാവണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സിനിമാ മേഖലയിൽ സുഹൃത്തുക്കളും സഹോദരങ്ങളും സ്ഥിരം സിനിമാക്കാരുടെ പരിപാടിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നമ്മുടെ സിനിമാ മേഖല നല്ലതാണ്, ഒരു കുടുംബം പോലെയാണ്. 90% നല്ലതാണ്. എന്നാൽ 10% പ്രശ്നം ഇതിലുണ്ട്, ബാക്കി മേഖലയെ കാട്ടിയുമുണ്ട്. അപ്പോ WCCയുടെ നിലപാടെങ്കിലും നിങ്ങൾ മാനിക്കണം. അങ്ങനെയാണ് കരുതുന്നത്. 90% നല്ലതും 10% മോശവും, അതാണ് രാഹുൽ കരുതുന്നത്. അതെനിക്കൊന്ന് ക്ലാരിഫൈ. അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തന്നെ വേണ്ടത്. ഒരുപാട് പേര് നല്ലവരില്ല, എല്ലാ ആൾക്കാരും മോശക്കാരാണ്. അങ്ങനെയാണോ ഹേമ കമ്മിറ്റി ഉദ്ദേശിച്ചത് എന്നൊരു സംശയം. ഞാൻ തിരികെ എത്താം. രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് PA പ്രജി, ജുഡീഷ്യൽ കമ്മീഷനിലെ മൊഴികളുടെ നിയമസംരക്ഷണം, അത് ഈ അന്വേഷണ കമ്മിറ്റി അതിലെ മൊഴികൾക്കില്ലാത്തത് കൊണ്ട് ഈ ഹേമ കമ്മിറ്റി മൊഴികൾക്ക് സംരക്ഷണം ലഭിക്കില്ല. ഇന്നലെ വ്യാപകമായിട്ട് പ്രചരിച്ച ഒരു വാദമാണ്. പക്ഷേ ഹൈക്കോടതി തന്നെ ചോദിക്കുന്നു, ഇതിൽ നേരിട്ട് കേസെടുത്തൂടെ എന്ന് ചോദിക്കുന്നു. മിനിസ്റ്റർ പറയുന്നു ഞങ്ങൾ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ട് എന്നൊക്കെ പറയുന്നു. ഈ റിപ്പോർട്ടിന്റെ ഭാവി ഒരു നിയമവിദഗ്ധന രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി
ഇന്നത്തെ ദിവസം ഈ റിപ്പോർട്ടിന്മേൽ കേസെടുത്തുകൂടെ എന്ന് ചോദിച്ചതായി അവൈലബിൾ ആയിട്ടുള്ള വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നിലധികം ചോദ്യങ്ങൾ ഈ ചർച്ചയ്ക്കിടയ്ക്ക് ന്യൂസ് 18 തന്നെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിലധികം ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ച ആ ചോദ്യങ്ങളിൽ ഒന്ന് പരാതിയില്ലാതെ കേസെടുക്കാനാകില്ലേ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പഴയ CRPC അനുസരിച്ചും പുതിയ BNSS അനുസരിച്ചും പരാതിയില്ലാതെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം, അത് വസ്തുതയാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള ഒരു വലിയ മുൾമുനയായി 4.5 വർഷക്കാലം ഇത് പൂഴ്ത്തിവെച്ചിരുന്നു. ഇത് കമ്മീഷനല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മീഷന്റെ മുമ്പിൽ കൊടുത്ത മൊഴിയല്ലാത്തത് കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്ത മൊഴിയല്ലാത്തത് കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ കമ്മിറ്റി രൂപീകരിക്കാൻ ഇടയായ സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെട്ടുകൊണ്ട് വേണം ഈ തരത്തിലുള്ള ചർച്ചകൾക്ക് നമ്മൾ തുടക്കമിടാൻ. ഇതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മലയാള സിനിമയിൽ ഈ തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകൾ നടക്കുന്നു എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ എടുത്തു. അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ കുറേയേറെ വസ്തുതകൾ അതിൽ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ആ കമ്മിറ്റി കുറേയേറെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തി. അതിൽ ഏറ്റവും പ്രസക്തമായി എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഇതിന്റെ പേജ് നമ്പർ 20 പാരഗ്രാഫ് നമ്പർ 40 അവസാനത്തെ ലൈനിൽ അടിവരയിട്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ പറഞ്ഞു, our function is only to study the issues relating to women in cinema and report, not the name, not to shame anybody or expose the guilty. ഇതാണ് this is the intention of this committee. എന്താണ്? not to expose the guilty. ഇതിനകത്ത് ആരെയെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് വെച്ച് വരും ദിവസങ്ങളിൽ ചാനലുകൾക്ക് ചാകര ഉണ്ടാക്കാനോ ഒന്നുമല്ല ഹേമ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ അപ്പോയിന്റ് ചെയ്ത ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ലക്ഷ്യം സിനിമാ മേഖലയിൽ നടക്കുന്ന അരാജക പ്രവണതകൾ. ഇതിനകത്ത് ജസ്റ്റിസ് ഹേമ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമല്ല, പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള അവഗണനകൾ, അവഹേളനങ്ങൾ, അരാജക പ്രവണതകൾ ബഹുമാന്യനായ തിലകനെ പോലെയുള്ള ആളുകൾക്ക് അത് ഈ ഇതിനകത്ത് നിയമപരമായിട്ട് ഒരു വാക്ക് ചോദിച്ചു കൊള്ളട്ടെ. അങ്ങനെയാണ്, ആ ഒരു കാര്യത്തിലാണ് കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത്, അതാണ് അതിന്റെ ലക്ഷ്യം. സർക്കാർ പറയുന്ന അതാണ്, ഹേമ കമ്മിറ്റിയുടെ ഇൻട്രൊഡക്ഷനും അതാണ്. പക്ഷേ ഒരു കമ്മിറ്റി തന്നെ നിയോഗിക്കുന്നു, അതിക്രൂരമായിട്ടുള്ള ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കമ്മിറ്റി തിരിച്ചറിയുന്നു. മറ്റെന്തെങ്കിലും ഒരു പശ്ചാത്തലത്തിലായിരുന്നെങ്കിൽ, ഇത് സിനിമാ മേഖലയ്ക്കപ്പുറം മറ്റ് സമൂഹത്തിന്റെ മറ്റ് തലങ്ങളിലുള്ള മറ്റെന്തെങ്കിലും അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു അന്വേഷണ കമ്മിറ്റി ആയിരുന്നെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമായിരുന്നെങ്കിൽ അതും ആ വഴിക്ക് വിട്ടുകളയുമോ? ഞങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ചത് ഇത് മാത്രമാണല്ലോ, അപ്പോൾ ഈ കേട്ടതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേക്കാം, അങ്ങനെ കരുതുകുമോ? എന്ത് പ്രത്യേകതയാണ് സിനിമ ഇൻഡസ്ട്രിക്കുള്ളത്? ഇതൊക്കെ അങ്ങ് പൊക്കോട്ടെ, ലക്ഷ്യം ഇതാണല്ലോ, അത് മാത്രം നടപ്പാക്കിയാൽ മതി എന്ന് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ഇതിന്റെ ലക്ഷ്യം ഇങ്ങനെയാണ്, ബാക്കിയെല്ലാം അങ്ങ് വിട്ടുകളയും എന്നല്ലല്ലോ പറഞ്ഞത്. നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഹേമ കമ്മിറ്റിയുടെ അവൈലബിൾ റെക്കോർഡ്സ് വെച്ച് ഏതെങ്കിലും തരത്തിൽ കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ? ഇതല്ലേ ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്. പോലീസിന് സ്യൂമോട്ടോ കേസെടുക്കാനുള്ള എന്തെങ്കിലും ഒഫൻസുകൾ റിവീൽ ചെയ്തിട്ടുണ്ടോ? കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കേൾക്കുന്നതിനിടയിൽ കോടതി പ്രകടിപ്പിക്കുന്ന ചില സംശയങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞത് എന്താ? ഇതിനകത്ത് കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിയിൽ ഹാജരാക്കണം, കോടതി പരിശോധിക്കട്ടെ. അങ്ങനെ കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസുകൾ അതിനകത്തുണ്ടെങ്കിൽ, പോലീസിന് കേസെടുക്കാനുള്ള സാഹചര്യം അതിനകത്തുണ്ടെങ്കിൽ വേണ്ട നിർദ്ദേശം കൊടുക്കാം എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംശയ പ്രകടനമല്ലേ കോടതി നടത്തിയത്. ആരെങ്കിലും കേസെടുക്കത്തില്ലെന്ന് പറഞ്ഞു? ആരും കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നേരെ മറിച്ച് പരാതിയില്ലാതെ, പ്രത്യേകിച്ചും അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ ആയിട്ടുള്ള കേസുകളിൽ ഒരു പരാതിയില്ലാതെ, അല്ലെങ്കിൽ പരാതിക്കാരിക്ക് പരാതിയില്ലാതെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അതിന്റെ ഭാവി എന്തായി മാറും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ കോലാഹലങ്ങളെല്ലാം
ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതോട് കൂടി ഇല്ലാതാകുമോ? പണ്ട് ഞാൻ ഒരു സമരത്തിന്റെ അതിനകത്ത് ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ആ സമരത്തിന്റെ ലക്ഷ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം എന്നുള്ളതായിരുന്നു. അഡ്വക്കേറ്റ് പ്രിജി ജോസഫിലേക്ക് നമ്മൾ പറഞ്ഞു നിർത്തിയത്, താങ്കൾ പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇതുപോലെ ആരോപണ വിധേയനാകുന്നു, നടപടിയിലേക്ക് പോകുന്നു, 2-3 മാസം കഴിഞ്ഞ് പൂർവാധികം ശക്തിയോടുകൂടി തിരികെ വരുന്നു എന്നുള്ളത്. ആ വിഷയമാണല്ലോ പറയുന്നത്. കേസ് നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് ഒരുപക്ഷെ ഫലം കാണുകയില്ല എന്ന് പറയുന്നിടത്ത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് തോന്നുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവമാണല്ലോ ഇതിനെല്ലാം വഴിവെച്ചത്. ഇങ്ങനെ ഒരു വലിയ വിഷയം വരുമ്പോൾ നടൻ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഈ 7 വർഷം ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകൻ എന്ന് വിളിച്ചിരുന്ന ആ പ്രധാനപ്പെട്ട നടന്റെ സിനിമാ മേഖലയിലെ അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിലെ ജനപ്രീതി, ബോക്സ് ഓഫീസിലെ ജനപ്രീതി, എന്താണ് അദ്ദേഹത്തിൻ്റെ കരിയറിന് സംഭവിച്ചത് എന്തൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില പ്രമുഖരുടെയൊക്കെ പേരുകൾ പുറത്തു വരികയാണെങ്കിൽ അത് മാത്രം മതിയാകുമല്ലോ അവർക്കുള്ള ശിക്ഷ, ബാക്കി ജനം തീരുമാനിക്കുമല്ലോ എന്നൊരു സ്വാഭാവിക ഒരു പ്രതികരണമൊക്കെ വരില്ലേ? അപർണ, ആ ചോദിച്ചത് യഥാർത്ഥത്തിൽ ഒരു സ്വാഭാവികമായ പ്രതികരണമാണ്. നമ്മുടെ നാട്ടിലെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് ചേരുന്ന ഒരു പ്രതികരണമാണോ അത്? കുറച്ച് ആളുകൾ കുറച്ച് ആരോപണങ്ങൾ പറയുന്നു, തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ കുറ്റകൃത്യം ചെയ്യാതെ വേറെ എന്തെങ്കിലും ഒരു ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവസരം കൊടുത്തില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഒരു ആരോപണം പറയുന്നു. ആ പേര് വിവരങ്ങളെല്ലാം പുറത്തുവിട്ട് അങ്ങനെ ഒരു നിരപരാധിയെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചകൾ നടത്തി ചാനലിനെ ചാകരയാക്കി മാറ്റി അപമാനിക്കുന്നതാണോ നമ്മുടെ നിയമ സംവിധാനത്തിൽ സാംസ്കാരികമായി വളരെ ഉയർന്ന ശേഷി പ്രകടിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ചെയ്യേണ്ടത്? തീർച്ചയായും കുറ്റമറ്റ നിലയിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെതിരെയായാലും നടപടിയെടുക്കണം, അതിനകത്ത് ഒരു തർക്കവുമില്ല. പക്ഷേ ആ കുറ്റകൃത്യം ചെയ്തവർക്കെതിരെയായിരിക്കണം നടപടിയെടുക്കേണ്ടത്. നേരെ മറിച്ച് ഹേമ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പുറത്തു വന്നതിനകത്ത് കുറെ ഒബ്സർവേഷൻസ് ആണുള്ളത്. ഇങ്ങനെ ഒരു നടിയോട് 17 പ്രാവശ്യം ഒരു ടേക്ക് എടുക്കാൻ ആവശ്യപ്പെട്ടു. ആരോട്, എപ്പോൾ, എങ്ങനെ ആവശ്യപ്പെട്ടു? നത്തിങ് ഇസ് ദെയർ. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ അധ്യക്ഷയായിട്ടുള്ള അതാരാണ്? ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ആണ്. ആ ജസ്റ്റിസിന് തോന്നിയില്ല ഇതിനകത്ത് ഒരു കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസിന്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന്, അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിച്ചതിന്, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പുരുഷന്മാരെ പീഡിപ്പിച്ചതിന് ഒബ്വിയസ്ലി ഒരു FIR ഇട്ട് അന്വേഷിക്കേണ്ട സാഹചര്യമുള്ള കേസുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് ആ ജസ്റ്റിസ് തോന്നുമായിരുന്നില്ലേ? അങ്ങനെ ഒരു കവറിംഗ് ലെറ്ററോടുകൂടി അപ്പോ തന്നെ അതിനകത്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു കവറിംഗ് ലെറ്ററോടുകൂടി അത് സർക്കാരിന് അവർ കൈമാറുമായിരുന്നില്ലേ? ഇതൊന്നുമല്ലല്ലോ ഉണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത് പുതിയ ഒരു സിനിമാ നയം നമ്മുടെ നാട്ടിലെ സിനിമാ മേഖലയിൽ ഉണ്ടാകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ആകമാനം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് സിനിമാ മേഖലയിലെ ഈ തരത്തിലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഈ തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. മറ്റൊരു സിനിമാ മേഖലയിൽ, മറ്റൊരു സിനിമാ ഇൻഡസ്ട്രിയിലും നടക്കാത്ത ഒരു കാര്യം ഇവിടെ നടന്നു. അതിനുശേഷമാണ് ഒരു സിനിമാ ഇൻഡസ്ട്രിയിലും നടക്കാത്ത ഒരു സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു വിഷയം, ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം മറ്റൊരു ഇൻഡസ്ട്രിയിലും നടക്കാത്തതാണ്. അതാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയിലേക്ക് പോയത്. അല്ല, നടിയെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള സംഭവം ഞാനത് സമ്മതിക്കുന്നു. അതിനകത്ത് അങ്ങനെ ഒരു കേസുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിനെ തൃണവൽക്കരിക്കുകയല്ലല്ലോ ചെയ്തത്. അങ്ങനെ കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സിനിമാ മേഖലയിൽ അങ്ങനെ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ സംബന്ധിച്ച് പഠനം നടത്തണമെന്നാണ് ഈ ഗവൺമെന്റ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത്. അപ്പോ ആ റിപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോ അതിനകത്ത് വേണ്ടത്ര നിയമപരമായ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് ഇന്ന് കോടതി ചോദിച്ചാൽ ഉടൻ തന്നെ നമ്മൾ എഴുതി കാണിക്കുന്ന എന്താ? നമ്മുടെ ചാനലിൽ സർക്കാരിന് ശക്തമായ തിരിച്ചടി, സർക്കാർ പ്രതിക്കൂട്ടിൽ ഈ തരത്തിലുള്ള ക്യാപ്ഷൻസ് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായോ? ഹൈക്കോടതി പരാതിയില്ലാതെ കേസെടുക്കാനാകില്ലേ എന്നൊരു ലീഗൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതോടൊപ്പം തന്നെ ചോദിച്ചു, പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന വിവരങ്ങളാണോ ഇതിലുള്ളത്?
മൊഴി തന്നവരുടെ വിവരങ്ങൾ കയ്യിലുണ്ടോ? എന്തിനാ കോടതി ചോദിച്ചത്? മൊഴി കൊടുത്തവരുടെ വിവരങ്ങൾ, അവരുടെ വെയറബൌട്ട്സ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിനാ? അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വുമൺ എങ്ങനെ തെളിയിക്കപ്പെടുന്നത്? വേറെ ഒഫൻസുകളേക്കാൾ വളരെ വ്യത്യസ്തമാണല്ലോ അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വുമൺ വരുമ്പോ. അതിനകത്ത് ആ അട്രോസിറ്റി അനുഭവിച്ച പെൺകുട്ടി പിന്നീട് പറയുകയാണ്, എനിക്കത് അട്രോസിറ്റി ആയി തോന്നിയില്ല, അത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ മൊഴി കൊടുത്തു പോയതാണ് എന്ന് പറയുമ്പോൾ എത്രയോ അട്രോസിറ്റീസ്, വുമൺ അട്രോസിറ്റീസ് കേസുകൾ നമ്മുടെ സെഷൻസ് കോടതികളിൽ, 354 കേസുകൾ നമ്മളുടെ മജിസ്ട്രേറ്റ് കോടതികളിലൊക്കെ തന്നെ കോംപ്രമൈസ് ചെയ്ത് തീർന്നു പോകുന്നു. എന്തുകൊണ്ടാണത്? അത് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ വരുമ്പോ ആ വുമൺ ഫേമായി എനിക്ക് അങ്ങനെ ഒരു അപമാനം നേരിട്ടിട്ടുണ്ട്, അത് ഇന്നയാളുടെ കയ്യിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് എന്ന് തന്റെ ഇടത്തോടെ ഒരു നിയമപരമായ അതോറിറ്റിയുടെ മുമ്പിൽ തയ്യാറാകാതെ ഈ പണിയും ഞങ്ങളിനി പോയി ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ പണി ചെയ്യേണ്ടത് ഇവര് തന്നെയാണ്. അതിനകത്ത് എന്താ സംശയം? സർക്കാരിന് പോയി എന്ന് പറയാൻ പറ്റുമോ ഇന്ന പെൺകുട്ടിക്ക് പീഡനം സംഭവിച്ചിട്ടുണ്ട്? അത് പോയി നിന്ന് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിയും കൂടാണോ കോടതിയിൽ സാക്ഷിക്കൂട്ടിൽ കയറി എന്ന് പറയേണ്ടത്? അങ്ങനെ പറയുമ്പോ ആ അട്രോസിറ്റി എങ്ങനെ തെളിയിക്കാൻ കഴിയും നിയമത്തിന്റെ കണ്ണിൽ? നമുക്കൊരു കാടടച്ച് വെടിവെച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി ഈ വിഷയത്തിനെ മാറ്റിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന്റെ ഒരു ആയുധമാക്കി ഇതിനെ മാറ്റാം എന്നുള്ളതല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞില്ലല്ലോ. എന്തായാലും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇതിനകത്ത് കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ്. ഞാനതിന്റെ ഉത്തരത്തിലേക്ക് വരാം. അതിൽ ഒരു സംശയം എന്റെ ഭാഗത്തുമുണ്ട്. അത് ഡോക്ടർ ആശ ആച്ചി ജോസഫ്, മൃദുലാദേവി നമുക്കൊപ്പം ഉണ്ട്. മൃദുലയ്ക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ ആശ ആച്ചി ജോസഫ്, ഇത് നേരിട്ട് ഇത് കോൺഫിഡൻഷ്യൽ ആണ് ഈ മൊഴികളൊക്കെ എന്ന് സർക്കാർ മറുപടി കൊടുക്കുന്നു ഒന്ന് കോടതിയിൽ. അപ്പോൾ ഈ മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാനുള്ള ധൈര്യം കാണുമോ എന്ന് സർക്കാരിനോട് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ WCC നിർദ്ദേശിച്ചുകൊണ്ട് WCCയുടെ അംഗങ്ങൾ തന്നെ ഒക്കെ മൊഴി നൽകിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ധൈര്യപൂർവ്വം മൊഴി കൊടുക്കാൻ വരുമോ? അങ്ങനെ ഈ മൊഴി കൊടുക്കാൻ നിങ്ങൾ വരൂ, വന്നാൽ അന്വേഷിക്കാമെന്ന് പറയുന്നവരോടും മറുപടി പറയേണ്ട ബാധ്യത WCCക്ക് ഉണ്ട്. അങ്ങനെ വരുമോ? അപ്പം എനിക്ക് തോന്നുന്നു ഈ ചർച്ചയുടെ കോണ്ടെക്സ്റ്റ് ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട വളരെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് മാത്രം പറയാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 7 വർഷമായിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ കോടതിയിലുണ്ട്. ആ കേസിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊരു വൈകൃതമാണ് പല ഏരിയകളിലും ആ കേസിനെ സംബന്ധിച്ച് സംഭവിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം. അതുപോലെ ഇവിടുത്തെ റേപ്പിൻ്റെ ലോ, ഇവിടുത്തെ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ലോയാണ് 2013 പോഷ് ആക്ട് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പാലിക്കുന്നതിൽ സമൂഹത്തിൻ്റെയും സിനിമ ഇൻഡസ്ട്രിയുടെ പ്രത്യേകിച്ചും ഉള്ള ഒരു വീര്യം എങ്ങനെയാണ്? അതായത് ഈ ഇരയാക്കപ്പെട്ടവരെ അല്ലെങ്കിൽ സർവൈവേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന രീതി എന്താണ്? കേരളത്തിലെ 30-35 വർഷമായിട്ട് നടന്നിട്ടുള്ള റേപ്പ് കേസുകളുടെ അവസ്ഥ എന്താണ്? അതിലെ ഇരകളുടെ അവസ്ഥ എന്താണ്? എത്ര ഇരകൾക്ക് നീതി കിട്ടപ്പെട്ടിട്ടുണ്ട്? ഇതെല്ലാം ഈ മൊത്തം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ ഒരു സ്ത്രീയോട് ഒരിക്കലും പോയി പരാതിപ്പെടാൻ നമുക്ക് പറയാൻ പറ്റരുത്. കാരണം ഇവിടെ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വളരെ ഡയറക്റ്റായിട്ട് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ദിസ് ഈസ് എ ഹിസ്റ്റോറിക് മൊമെൻറ്റ്. ഈ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഓരോ സ്ത്രീയും പുരുഷനും തമ്മിൽ സമൂഹത്തിലുള്ള വ്യത്യാസം എന്താണ്, എത്ര വലിയൊരു പവർ ഡിഫറൻസ് ആണ് ഉള്ളത്. ഒരു പവറുള്ള, അതായത് പുരുഷന് സ്വാഭാവികമായിട്ട് പവറുണ്ട്, പിന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രിയിലാകുമ്പോൾ പുരുഷന്മാരുടെ അധികാര പരിധിയിലല്ലാതെ വേറെ ഒന്നും നടക്കാത്ത ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന സ്ത്രീകളോട് ചുമ്മാ അങ്ങ് പോയി എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾ അങ്ങനെ പൊക്കോ ഇങ്ങനെ പൊക്കോ, അവരിവിടെ വന്നില്ലല്ലോ, ഇവരവിടെ പോയില്ലല്ലോ, എന്ത് തരം മാധ്യമ ശ്രദ്ധയാണിത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വാട്ടർഷെഡ് മൊമെൻ്റ് ആണ്.
നമ്മളത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ നിരനിരയായി വന്നിട്ട് അവർ പല കാര്യങ്ങളും പറയുന്നത്? കണ്ണുനീരോടുകൂടി ഈ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പലരും പറയുന്നത് എന്തുകൊണ്ടാണ്? WCC കോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ഒരു പ്രത്യേക തരം അവസ്ഥ മാറാതെ സ്ത്രീകളോട് വെറുതെ നിങ്ങൾ പോയി പരാതി കൊടുത്തോ, നിങ്ങൾ ഇപ്പം 40 വർഷം 30 വർഷം ആയവരൊക്കെ എന്തെങ്കിലും ചെയ്തോ, ഇങ്ങനൊന്നും പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ഒരു കോടതിക്കോ ഒരു ഗവൺമെൻറ്റിനോ മനസ്സിലാകാത്ത വളരെ സൂക്ഷ്മമായിട്ടുള്ള ജെൻഡർ പ്രോബ്ലംസ് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് വെറുതെ കോടതിക്കോ വെറുതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളിത് മനസ്സിലാക്കി ഒരു സമൂഹം എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ്, തിങ്ക്, പ്രൊസീഡ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. എല്ലാവരും കുത്തിയിരുന്ന് ഈ റിപ്പോർട്ട് വായിക്കട്ടെ. 300 പേജുള്ള ഈ റിപ്പോർട്ട് 230 പേജോളം എവിടെയുണ്ട്, ഇത് വായിക്കട്ടെ. എന്തിനാണ് നമ്മൾ ഓടിപ്പിടിക്കുന്നത്? ഒരു ആവശ്യവും ഇല്ല. വളരെ സമാധാനപൂർണമായിട്ട് ഈ റിപ്പോർട്ട് കൃത്യമായി വായിച്ചിട്ട് അത് ചെയ്താൽ മതി. അല്ലാതെ ഈ ചർച്ചയ്ക്ക് തന്നെ ഒരു പ്രയോജനവും. തീർച്ചയായും നടി ആക്രമിക്കപ്പെട്ട കേസ്, തീർച്ചയായും നമ്മൾ ഒരു ടേണിങ്ങിലേക്ക് എത്തുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസ് അതവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് ഡോക്ടർ ആശ പറയുമ്പോൾ അത് ഏതെല്ലാം തരത്തിലൂടെ കടന്നുപോയി, എന്തെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളതൊക്കെ മാധ്യമങ്ങൾ മാത്രമല്ല ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൃദുല ദേവി, പരാതി കൊടുത്താൽ പോരെ, നേരിട്ട് പരാതി കൊടുക്കൂ. അതും സർക്കാർ ചെയ്യണോ, അതും പോലീസ് ചെയ്യണോ? വന്ന് നേരിട്ട് പരാതി കൊടുത്താൽ നടപടി ഉണ്ടാകില്ലേ എന്ന് പറയുന്നിടത്ത് ഒരു വലിയ ചോദ്യചിഹ്നമുണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ പരാതി കൊടുത്ത്, വിവേചനത്തിനെതിരെയൊക്കെ പരാതി കൊടുത്ത് പരിഹരിച്ച് കിട്ടിയ എത്ര സ്ത്രീകളുണ്ടാവും ഈ നാട്ടിൽ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. മൃദുലാദേവി, അഡ്വക്കേറ്റ് പ്രിജിക്കുള്ള മറുപടി എങ്ങനെയാണ് കൊടുക്കുക? ഹലോ, കേൾക്കാമോ? കേൾക്കാം മൃദുല, പറഞ്ഞോളൂ. ഓക്കെ. ഇതുപോലെ പരാതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് ആദ്യം പറയുന്നു. അപർണയ്ക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിനിമ ഓക്കെ. അതുപോലെ തന്നെ കല്യാണം വിളിക്കാനല്ല അവർ വിളിച്ചത് നമ്മളെ. അതായത് സ്ത്രീകൾ അവരുടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് തന്നെ. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പറച്ചിലുണ്ട്, ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നില്ല, കാരണം അപ്പൊ എന്നെ അവർ തന്നെ പെണ്ണ് തന്നെ നേരിട്ട് വന്ന് വിളിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ പെണ്ണ് തന്നെ നേരിട്ട് വരണമെന്ന് പറയാൻ ആ പെണ്ണിന്റെ വീട്ടിലെ കല്യാണമോ അല്ലെങ്കിൽ അതുപോലെ അവരുടെ വീട്ടിലെ പുലകുളി മറ്റ് ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ ഒന്നും അല്ലായിരുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു പരാതി കൊടുക്കണമെങ്കിൽ നമ്മളൊരു പരാതി കൊടുക്കണമെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തപ്പെടാനായിട്ട് ഒരുപാട് ദൂരമുണ്ട്. അത് ഒരു തരം ഈ പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാകത്തില്ല. അത്തരം തലയുമായി ജീവിക്കുന്ന സ്ത്രീകൾക്കും അത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതാണ് അതുപോലെയുള്ളവരുടെ വായിൽ നിന്ന് ഇത്തരമുള്ള സംഭാഷണങ്ങൾ വരുന്നത്. ഇപ്പം എന്നോടൊക്കെ ഇത്തരം ഒത്തിരി പേര് ചോദിച്ചു, നിങ്ങൾ എന്തിനാ? ഞാൻ അതിനിടയിലൊന്ന് ഇടപെട്ടോട്ടെ. ഇത് ടൈമാണ്. പോലെയാണോ പരാതി കൊടുക്കാൻ പോകുന്നത്? ഞാൻ ആ നിയമ വ്യവസ്ഥയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാതെ അതിന് പാർട്ടിയാസിസം വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീരുമാനിക്കുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഈ സമൂഹത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഡിബേറ്റബിൾ ചോദ്യമാണ്. അതൊന്നും കണ്ണടച്ച് തള്ളുവൊന്നും വേണ്ട. ഭാരതീയ ന്യായ സംഹിതയിലുള്ള 70 എന്ന് പറയുന്ന ആ സെക്ഷനെ കുറിച്ച് പറയൂ. അല്ലാതെ ഇങ്ങനെ വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് കഥയുണ്ടോ? നിയമപരമായ കാര്യത്തിൽ ഞാനൊന്ന് ഇടപെടുന്നു. മൃദുല പറയട്ടെ. കാടടച്ച് മൃദുല വെടിവെക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പാട്രിയാർക്കി ഈ സൊസൈറ്റിയിൽ ഇല്ലേ? ഈ പരാതികളെല്ലാം ആ രീതിയിലാണോ നടക്കുന്നത്? ഈ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് എല്ലാം നടക്കുകയാണെന്ന് പറയില്ലേ? അങ്ങനെ നിയമം പറയുമ്പോ അതിന്റെ കൂടെ പ്രതിനിധിയാണ് ഞാനെന്ന് പറയുന്നതിനകത്താണ് ശരികേട്. അതിനകത്ത് അപർണ ഇടപെടാത്തത് കൊണ്ടാണ് ഞാൻ ഇടപെടേണ്ടി വന്നത്. അത് അങ്ങനെ പറയാനുള്ള എനിക്ക് ശരിയെന്ന് തോന്നുന്നിടത്ത് ഞാൻ ഇടപെടുന്നുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നുന്നിടത്ത് ഞാൻ ഇടപെടുന്നുണ്ട്. നിങ്ങൾ പറയുന്നതിന് എനിക്ക് തല കുലുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറയുന്നത് എനിക്ക് തല കുലുക്കാൻ പറ്റില്ല. സംസാരിച്ചോട്ടെ. മൃദുല പറയൂ. അഡ്വക്കേറ്റ് പ്രിജി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഇല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്നെ പിന്നെ എന്തിനാ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്? മൃദുല ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. അതിന്റെ ഒരു മര്യാദ കാണിക്കണമല്ലോ. ഒരല്പസമയം അവർക്ക് കൊടുക്കും. എല്ലാവർക്കും ഞാൻ വരാം. മൃദുല പറയാം. ഞാനൊരു
അപർണയായിട്ട് ഇന്നലെ കേരളത്തിലെ പല ചാനലുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്റെ അവസരം ആരെടുത്താലും ഞാൻ അവരെ വിട്ടു കൊടുത്തിട്ടില്ല. ഞാൻ വരച്ചവരെ നൃത്തം മേടിച്ചിട്ടുണ്ട്. അവതാരകരോട് വരെ ഞാൻ അതിൽ ഹൈ ആയിട്ട് വളരെ ഹീറ്റായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പം മിണ്ടാതിരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് കേരളം കാണുന്ന ഈ ചർച്ച, ഇന്ത്യ കാണട്ടെ ഈ ചർച്ച. കാരണം ഒരു സ്ത്രീ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇത്രയധികം അധികാരത്തോടെ ഇടയ്ക്ക് കയറി വരുന്ന വ്യക്തികളാണ് ഈ പറയുന്നത് പരാതിക്കാരി നേരിട്ട് വരണമായിരുന്നു എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രിജി വരാത്തത്, സ്ത്രീകൾ വരാത്തത്. അവര് സെക്കൻഡിനുള്ളിൽ താങ്കൾ എന്നെ വരച്ച വരയിൽ നിർത്തി, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എന്നെ താങ്കൾ വരച്ച വരയിൽ നിർത്തി. ആ താങ്കളാണ് താങ്കൾ എന്നിട്ട് ഞാൻ നിയമം പഠിച്ചിട്ട് വരണമെന്ന്, ഞാൻ എന്ത് പഠിച്ചിട്ട് ഇവിടെ വന്ന് വരണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇറ്റ്സ് മൈ ചോയ്സ്. ഓക്കെ, വിദർഭ റീജിയനിൽ സിഗ്നൽ ഇല്ലാത്ത ഒരിടത്ത് വന്ന് നിന്ന് ഞാൻ അപർണയ്ക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഞാൻ എത്ര പാടുപെട്ടാണ് ഒരിടത്ത് വന്ന് കയറി ഇരുന്ന് വേറൊരു വീട്ടിൽ, എന്റെ വീട്ടിൽ സിഗ്നൽ ഇല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്നത്. എനിക്ക് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം, ഞാനൊരു മീറ്റു ക്യാമ്പയിൻ ഉയർത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, എനിക്ക് ശബ്ദിക്കണമായിരുന്നു. സിനിമാ മേഖലയിൽ നിന്നും ഒരാളിൽ നിന്നും എനിക്ക് നേരിട്ട ഒരു ഇൻസൾട്ടൻസി കൂടി ഉണ്ടായിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ഞാൻ പൂർണ്ണമായിട്ടും അതുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. എന്റെ സംസാരിക്കാൻ 2 പുരുഷന്മാർ തയ്യാറാകുന്നില്ല. ഇവരാണ് പറയുന്നത് മലയാള സിനിമയിലെ പെണ്ണുങ്ങളുടെ നേരിട്ട് അങ്ങ് ചെല്ലണമായിരുന്നു എന്ന്. ഇതുകൊണ്ടാണ് നമ്മൾ വരാത്തത്. വരുന്നതിന് മുൻപേ നിങ്ങൾ തടയും. ഇതെനിക്ക് എല്ലാവരും ഒന്ന് കാണിക്കണമായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ അഡ്വക്കേറ്റ് പ്രിജിയുടെ നിയമസംഹിതയിൽ അദ്ദേഹം നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സംസാരിക്കുക. ഐ എം റെഡി ടു അഗ്രി ദാറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുണ്ട്, പലരുടെ പ്രതിനിധാനമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആൻഡ് ഓൾസോ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സിനിമാ മേഖലയിൽ ഒരാളിൽ നിന്നുള്ള ഒരു വിഷയം ഞാൻ നേരിട്ടപ്പോൾ ഞാൻ അന്ന് സിനിമയിൽ പാട്ട് എഴുതിയിട്ടില്ല. ശേഷമാണ് ഞാൻ മലയാള സിനിമയിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ വളരെ അത്യന്താപേക്ഷിതമായി ഞങ്ങൾക്കൊക്കെ നീതി കിട്ടേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് സംസാരിക്കുവാൻ ഞാനിപ്പോൾ സംസാരിക്കേണ്ട എന്ന് തീരുമാനിച്ച ഈ 2 പുരുഷ പ്രജകൾക്കിടയിൽ നിന്നുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപർണ. യെസ്, തീർച്ചയായിട്ടും. ഞാൻ മൃദുല ആ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ അപർണ. മൃദുലാദേവി മാഡത്തെ വലിയ ബഹുമാനം ഇഷ്ടമാണ്. പക്ഷേ മാഡം അടക്കം വളരെ ബാലൻസ്ഡ് ആയ ഒരു നിലപാടല്ലേ നമ്മുടെ സിവിക് ചന്ദ്രൻ സാറിന്റെ വിഷയത്തിൽ എടുത്തത്. എനിക്കതിൽ അഭിമാനമുണ്ട്. കാര്യം മാഡം അടക്കം എടുത്ത നിലപാട് ആരെങ്കിലും കരിവാരത്തേക്കാനല്ല, ബാലൻസ്ഡ് ആയി എല്ലാവർക്കും പോസിറ്റീവായ നിലപാടാണ്. അതിന് മൃദുലാദേവി മാഡം ഒരുപാട് പഴി കേട്ടതുമാണ്, തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുള്ളതെന്ന് പഴി കേട്ടതുമാണ്. ഇവിടെ നമുക്ക് വേണ്ട എന്താ, എന്തെങ്കിലും വൈകൃതം കോടതിയിൽ നടക്കുന്നു എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? കോടതി ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ഭാഗമായി ഇനി നമ്മുടെ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട കേസും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിൽ എന്തുകൊണ്ട് എടുത്ത് ചാടാത്തെന്ന് പറഞ്ഞാൽ സമവായത്തിന്റെ സ്വരം വേണം, നമുക്ക് ഒരുമയുടെ ഭാഷ വേണം. ഈ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പോസിറ്റിവിറ്റി വേണം. അല്ലെങ്കിൽ നേരത്തെ ഡോക്ടർ ആശാ മാഡം പറഞ്ഞതിന് എനിക്ക് 100 മറുപടിയുണ്ട്. ആ വൈകൃതവും നടക്കാൻ കോടതിയെ വിളിച്ചാൽ അതിശക്തമായ പ്രതിഷേധമുണ്ട്. അവിടെ നടക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്നെനിക്ക് പറഞ്ഞു എനിക്ക് എതിർവാദം പറയാം. പക്ഷെ അങ്ങനല്ല. ഈ വിഷയം എന്താ, സിനിമയെ ക്ലെൻസ് ചെയ്യണം. സിനിമ കുറച്ചുകൂടെ നന്നാണ്. നമ്മളെല്ലാ സിനിമ കൊണ്ടാണ് നമ്മുടെ സാംസ്കാരിക ബോധം ഉണ്ടാകുന്നത്, ലോകവീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ വികാരങ്ങളും പ്രണയവും എല്ലാം സിനിമയാണ് ഡിഫൈൻ ചെയ്യുന്നത് പലപ്പോഴും. അപ്പൊ ആ രീതിയിൽ സിനിമാ രംഗത്തെ എങ്ങനെ നന്നാക്കാം, അങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവ് തോട്ട് അല്ലേ നമുക്കിടയിൽ വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ തർക്കമുള്ള വിഷയങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് അപ്രായോഗികമായ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞ് കൈയടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിണറായി വിജയന്റെ ഏറ്റവും നല്ല ഗുണം പുള്ളി കൈയടിക്ക് വേണ്ടി നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ്. വെറുതെ കയ്യടിക്ക് വേണ്ടി നിലപാടെടുക്കാനും ഗാലറിക്ക് വേണ്ടി കളിക്കാനും. രാഹുൽ ഈശ്വർ, ഞാൻ സംസാരിക്കാൻ വന്നപ്പോഴൊക്കെ ആദ്യം 2 പേർ ഇടപെട്ടു, മൂന്നാമത് രാഹുൽ ഇടപെട്ടു. രാഹുലിനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓക്സ്ഫാം യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠന റിപ്പോർട്ട് പ്രകാരം ദളിത് സമൂഹങ്ങൾ സംസാരിക്കാനായിട്ട് മീഡിയയിൽ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വരുമ്പോൾ തന്നെ അത് ഹൈജാക്ക് ചെയ്യുന്ന സവർണ്ണ സമൂഹമാണെന്ന്. ഇതൊരിക്കൽ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, എനിക്ക് എപ്പോൾ നിങ്ങൾ സമയം തരും, അല്ലെങ്കിൽ എന്നെ ഇറങ്ങി പോകുവാൻ അനുവദിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണോ ഇവിടെ ഇരുത്തിയത് എന്നുള്ളൊരു ആൻസർ നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഐ ക്യാൻ കണ്ടിന്യൂ ഹിയർ. രാഹുൽ ഇടപെടുന്നില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, രാഹുൽ ഇത്രയല്ലേ ആവശ്യമുള്ളൂ. സിവിക് ചന്ദ്രന്റെ വിഷയത്തില് ഞാന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്നെ തട്ടാനിട്ട് കൊടുക്കണമായിരുന്നു. രാഹുലെ ഞാൻ അതിൽ ഭയക്കത്തില്ല കേട്ടോ. അതാണെങ്കിൽ പിന്നെ രാഹുലിന്റെ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ഉണ്ട്. മൃദുലാദേവി മാഡത്തെ ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നു, നമുക്ക് സമവായത്തിന്റെ ചർച്ചയല്ലേ വേണ്ടത്. ഇത് രണ്ടും എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണ്ട. ബഹുമാനിച്ചോ, എനിക്ക് അത് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ സമവായം ഒന്നും ഞാനിപ്പം തൽക്കാലം ഓർക്കുന്നില്ല. ഈ ക്ലീഷേ ഡയലോഗ് ഞാൻ 3-4 വർഷമായിട്ട് രാഹുലിന്റെ മാറ്റിപ്പിടിക്കൂ. ചന്ദ്രന്റെ കാര്യത്തിൽ എടുത്തത് മാഡം തട്ടാനുള്ളവരെല്ലാം തട്ടിക്കുക. ആ വിഷയം കൂടെ എടുത്തു വെച്ചോ. മാഡം യഥാർത്ഥ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ വന്നപ്പോ യഥാർത്ഥത്തിൽ സമവായത്തിന്റെ സ്വരമാണ് എടുത്തത്. ഞാനൊരു സമവായത്തിന്റെ സ്വരമൊന്നും എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടുള്ളത് നീതിയുടെ ശബ്ദമാണ്. ഇപ്പൊ കാണിക്കുന്നത് റിപ്പീറ്റഡ് ഇൻജസ്റ്റിസ് ആണ് എന്നെ കൊണ്ട് നിങ്ങൾ സംസാരിപ്പിക്കാതിരിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ വോളിയത്തിൽ എഴുതിയിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻജസ്റ്റിസ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിങ്ങൾ എല്ലാവരും കൂടിയാണ് ഇവിടുത്തെ കേരളത്തിലെ നിങ്ങൾ എല്ലാവരും തന്നെ കേരളത്തിലെ മുഴുവൻ സമവായത്തെ പറ്റി നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. ഫസ്റ്റ് സമവായം എന്ന് പറയുന്നത് അലോ മീ ടു സ്പീക്ക്. ഓക്കെ,
റൈറ്റ് 15 minutes I have. ഓക്കെ മൃദുല, ഞാൻ ഒന്ന് ലിബർട്ടി ബഷീറിൽ പോയിട്ട് തിരികെ വരാം. ലിബർട്ടി ബഷീർ, ഇതിൽ താങ്കൾ സിനിമ മേഖലയെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഈ പരാതിപ്പെടാൻ മുന്നോട്ട് വരുന്നവർക്കുണ്ടാകുന്ന ഭയം, ഈ കുടുംബാംഗങ്ങളെ പോലും ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. പലരും പലതും പറഞ്ഞല്ലോ എന്ന് പറയുന്നിടത്തെല്ലാം മുന്നിലുള്ളത് ഈ നേരത്തെ ഡോക്ടർ ആശ പറഞ്ഞതുപോലെ നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ 2017 തൊട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ടല്ലോ, ഈ മാധ്യമങ്ങളിലൂടെ ഞാൻ ഈ വാർത്ത കാണുന്നുണ്ടല്ലോ, വായിക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിൽ ഈ കേസ് മുന്നോട്ട് പോയി, എന്തൊക്കെ തടസ്സങ്ങൾ വന്നു, ആരൊക്കെ കൂറുമാറി, എന്തെല്ലാം സാക്ഷി മൊഴികൾ മാറ്റപ്പെട്ടു. അതൊരു നീണ്ട പുസ്തകമായിട്ട് ഇറക്കാൻ കഴിയുന്നതാണ്. അതായത് ഒരൊറ്റ കേസ്, ഇത്രയും മാധ്യമങ്ങൾ ഇടപെട്ട ഒറ്റ കേസ്. അപ്പോൾ ഈ രീതിയിൽ ബാക്കപ്പ് പോലും ഇല്ലാത്ത സാധാരണക്കാർ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ തൊട്ട് അങ്ങോട്ടുണ്ട്, താങ്കൾ പറഞ്ഞ പോലെ പുരുഷന്മാരുമുണ്ട്. ഇവരുടെ എല്ലാം വിഷയങ്ങൾ പരാതികളായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകും? ഈ പേടി ഈ പരാതികളുമായി വരുന്നവർക്ക് കാണുമല്ലോ. അപ്പോൾ പരാതിയുമായിട്ട് വരട്ടെ, എന്നിട്ട് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതിൽ സിനിമ ഇൻഡസ്ട്രിയിൽ യാതൊരു കാര്യവും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് താങ്കൾ തിരുത്തുന്നുണ്ടോ ശ്രീ ലിബർട്ടി ബഷീർ? ഒന്ന് രണ്ട് വക്കീലന്മാരോടും, ഒന്ന് രാഹുൽ എന്റെ ഫ്രണ്ടാണ്, മറ്റേ വക്കീലിന്റെ പേരൊക്കെ അറിയില്ല. രണ്ട് വക്കീലന്മാരോടും ആദ്യമായിട്ട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹേമ കമ്മീഷൻ വന്നതന്നെ അതിജീവിതത്തിന്റെ ഇഷ്യൂ വന്ന ശേഷമാണ്. അതിന് പറയുകയാണ് ഹേമ കമ്മീഷൻ വന്നതും ഗവൺമെന്റ് നിയോഗിച്ചതും ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും കേരളത്തിലെ മലയാള സിനിമയെ പറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് നൽകാനാണ് ശരിക്ക് ഹേമ കമ്മീഷൻ വെച്ചത്. അതിപ്പോ മാറി 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 എവിടെ എത്തിപ്പോയി ഹേമ കമ്മീഷൻ. വക്കീലിനോട് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത്, ഈ മൊഴി കൊടുത്ത ആൾക്കാരെല്ലാം സുരക്ഷിതമായ ഒരു ജസ്റ്റിസിന്റെ മുമ്പായാണ് മൊഴി കൊടുത്തത്. ഞാനും 5-6 ദിവസം പോയിട്ട് മൊഴി കൊടുത്ത വ്യക്തിയാണ്. അവിടെ നമുക്ക് സ്വമേധയാ നമുക്ക് പറയാനുള്ള ധൈര്യം ആ പോയ മുറിയിലും കൂടെ ഇരിക്കുന്ന ഒരു നടിയും ഒരു ലേഡിയുണ്ട്. 3 ആളെ മുമ്പിൽ തുറന്നു പറയാനുള്ള ഒരു വേദി ഇല്ലാണ്ട് ഒരു കംപ്ലൈന്റ് അവിടെ ഈ കൊടുത്ത ഫീമെയിൽ ആയാലും മെയിലായാലും കൊടുത്ത മൊഴികൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു പരിഹാരം കിട്ടുമെന്ന നിരക്ക് തന്നെയാണ് മൊഴി കൊടുത്തത്. അത് വക്കീൽ പ്രത്യേകമായിട്ടൊന്ന് പ്രതിനിധി വക്കീൽ മനസ്സിലാക്കണം. അല്ലാണ്ട് അതിന് പുറമെ ഇന്ന് മറ്റേ ഇവർ രേവതി പാർവതി ചോദിച്ചവർ വീണ്ടും പോയി കംപ്ലൈന്റ് കൊടുക്കണം. യഥാർത്ഥ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ അവിടെ കൊടുത്ത ഞാനടക്കം കൊടുത്ത നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടും, ഒരു പരിഹാരം കാണുന്നില്ല നടക്കുന്നത്. ഞാൻ കൊടുത്ത എന്റെ മൊഴിയിലുള്ളത് ബാക്കി എല്ലാം കൊടുത്ത എല്ലാ ആൾക്കാരും 288 പേജോ 300 പേജോ കൊടുത്ത എല്ലാ ആൾക്കാർ കൊടുത്ത മൊഴിയിലും കൊടുത്തത് അവർക്ക് പരിഹാരം കാണാനുണ്ടെന്ന്. അല്ലാണ്ട് വെറുതെ പോയിട്ട് സംഭവം പറഞ്ഞു കൊടുക്കുന്നതല്ല വക്കീലെ. അത് പരിഹാരം കിട്ടുന്നില്ല പ്രതീക്ഷ ഒരു ജസ്റ്റിസിന്റെ മുമ്പിൽ, ഒരു സാധാരണ ഒരു മുഖ്യമന്ത്രിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പിലാണ് മൊഴി കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പരിഹാരം കിട്ടുന്നില്ല പ്രതീക്ഷ നമ്മൾ ആർക്കാരും ഉണ്ടാവുമല്ലോ.